സംസ്ഥാനത്തെ കാർഷിക മുന്നേറ്റത്തിന് കരുത്തായി ഗ്രീൻ ആർമിയുടെ യന്ത്രവൽകൃത ഞാറ്റടികൾ. മിണാലൂർ തിരുത്തിപ്പറമ്പിൽ ഗ്രീൻ ആർമി വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ട്രേകളിൽ തയ്യാറാക്കുന്ന ഞാറ്റടികൾ സംസ്ഥാനത്തിനകത്തും പുറത്തും വലിയ ജനശ്രദ്ധ നേടുകയാണ്. കാർഷിക രംഗത്ത് പുതുവിപ്ലവം രചിച്ച പദ്ധതിയെക്കുറിച്ച് അറിയാനും പഠനം നടത്താനുമായി നിരവധി പേരാണ് ഗ്രീൻ ആർമിയെ തേടിയെത്തുന്നത്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കർഷകരും കൃഷി ഓഫീസർമാരും ഉൾപ്പെടെയുള്ള സംഘം തിരുത്തിപ്പറമ്പിലും സമീപ പ്രദേശങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണാനും പഠനം നടത്താനുമായി എത്തി. കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ്ങിന്റെ ഭാഗമായാണ് 5 പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികളടങ്ങുന്ന സംഘം പ്രദേശത്തെത്തിയത്. പുനരുപയോഗിക്കാവുന്ന പ്രത്യേകം തയ്യാറാക്കിയ ട്രേകളിൽ വിളയിക്കുന്ന നെൽച്ചെടികൾ വീട്ടുമുറ്റത്തോ ടെറസിലോ എവിടെ വേണമെങ്കിലും ഒരുക്കിയെടുക്കാം. കാലാവസ്ഥാ വ്യതിയാനമോ പ്രളയ സാധ്യതയൊന്നും യന്ത്രവൽകൃത ഞാറ്റടി ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കില്ല എന്നതും പ്രത്യേകതയാണ്. തിരുത്തിപ്പറമ്പിലെ ഗ്രീൻ ആർമി ആസ്ഥാനത്തും തൊട്ടടുത്തെ വീട്ടുമുറ്റങ്ങളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലുമെല്ലാം ആയിരക്കണക്കിന് ഞാറ്റടി ട്രേകൾ നിറഞ്ഞു കഴിഞ്ഞു. ഒറ്റത്തവണ 100 ഏക്കറിലധികം സ്ഥലത്ത് വിളയിക്കാനുള്ള ഞാറ്റടി ട്രേകൾ ഒരുക്കുന്ന സംസ്ഥാനത്തെ തന്നെ ഏക നഴ്സറി ഗ്രീൻ ആർമിയുടേതാണെന്നും ഇവർ അവകാശപ്പെടുന്നു. ഗ്രീൻ ആർമി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ ഞാറ്റടി തയ്യാറാക്കൽ, വിള പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. മുൻ ജില്ലാ കൃഷി ഓഫീസർ ജോസ് വർഗീസ്, റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മനോജ്, സുഭാഷ് ബോസ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ഞങ്ങൾ ഗ്രീൻ ആർമി തുടങ്ങുന്ന സമയത്ത് പിന്നെ മനോജിൻ്റെയൊക്കെ ഡയറി നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക ഈ ഗ്രീൻ ആർമിയുടെ ഫോർമേഷനകത്ത് ഉണ്ടായിട്ടുള്ള പാടശേഖര സമിതികളുടെ യോഗം, മറ്റു സംഗതികൾ, ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കൃഷി ഓഫീസർമാരെല്ലാവരും ടീമായിട്ട് നിന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് ഗ്രൂപ്പ് ഫാമിംഗ്. വി രാഘവൻ മിനിസ്റ്റർ ആവുന്ന സമയത്ത് ഗ്രൂപ്പ് ഫാമിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് ഫാമിങ്ങിൻ്റെ അതേ ആവേശത്തോടു കൂടി കൃഷി ഓഫീസർമാരെല്ലാവരും കൂടി നിന്നാൽ നമുക്ക് ഈ മേഖലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരിക്കൽ കൂടി സന്തോഷം, കൃഷി ഓഫീസർമാർ പങ്കെടുത്തതിൻ്റെ സന്തോഷം കൂടി പറഞ്ഞ് നേരെ സുഭാഷ് ബോസിന് അവതരണത്തിനായിട്ട് ക്ഷണിക്കും. ഗ്രീൻ ആർമി കോർഡിനേറ്റർ MR അനൂപ് കിഷോർ, പ്രസിഡന്റ് PR അരവിന്ദാക്ഷൻ, TR രാജൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ സ്മിത MK, പടിയൂർ അഗ്രികൾച്ചറൽ ഓഫീസർ റുബീന CM, പൂമംഗലം AO അഭയ MC, പുത്തഞ്ചിറ AO സാന്ദ്ര MM, വെള്ളാങ്ങല്ലൂർ AO സീമ ഡേവിസ്, വേളൂക്കര അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് സലീഷ് NV, വെള്ളാങ്ങല്ലൂർ AO ഷാൻഡോ കുന്നത്തുപറമ്പിൽ, പടിയൂർ AA മായ KK, ആത്മ സ്റ്റാഫ് ജയലക്ഷ്മി PS, JC മോൾ EJ, ഗ്രീൻ ആർമി വളണ്ടിയർമാർ, കർഷക പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വൈഡായിട്ട് കുറേ ഏക്കേഴ്സിലേക്കുള്ള കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഏരിയയിൽ നഴ്സറി തയ്യാറാക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു സ്പേസ് സേവിങ്ങും അതുപോലെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 16 ദിവസത്തിന് ആ പ്രായത്തിലുള്ള ഞാറാണ് നമ്മൾ നടുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പവർ പോയിന്റ് കാണിച്ചപ്പോൾ കണ്ടു. അത് വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമ്മൾ ഇത്രയും ഏരിയയ്ക്കുള്ള നഴ്സറി ട്രാവൽ ചെയ്ത് പോകാനുള്ളൊരു സൗകര്യം കൂടിയും കണ്ടു.